നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ ന്യായീകരിക്കുന്ന കുറച്ച് ഏമാന്മാർ കേരളത്തിലുണ്ട്. എന്നാൽ ആ ഏമാന്മാർക്ക് തക്കതായ മറുപടി നൽകാൻ രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ ഭീകരരെ ന്യായീകരിക്കുന്ന MA ബേബിയും VD സതീശനുമൊക്കെ എന്തിനിത് ചെയ്യുന്നു എന്ന ചോദ്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനുള്ളത്. പച്ചവെള്ളത്തിന് പോലും തീപിടിക്കുന്ന വർഗീയതയാണ് രാജ്യത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയാണ് രാജീവ് ചന്ദ്രശേഖരന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിച്ചത്. എന്ത് വീണ് കിട്ടിയാലും അതിനെ വർഗീയമാക്കും, മതപരമായ പ്രശ്നമാക്കാൻ നോക്കി നടക്കുകയാണ്. അവിടെ നടന്നത് എന്താണെന്നും അതിന് പിന്നിൽ ഏത് സംഘടനയാണെന്നും ആരാണത് ചെയ്തതെന്നും കേന്ദ്ര സർക്കാരാണ് അന്വേഷണം നടത്തി വ്യക്തമാക്കേണ്ടത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ, പാകിസ്ഥാൻ സർക്കാരിന് പങ്കുണ്ടോ, ISISന് പങ്കുണ്ടോ എന്നൊക്കെ കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. ഇതാണ് VD സതീശൻ പറഞ്ഞത്. അല്ല, എന്താണ് വർഗീയത ഉണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ? ഭീകരവാദികൾ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി. അതിന് VD സതീശന് ഒരു ഖേദവുമില്ല, ഒരു സങ്കടവും ഇല്ല. ഇപ്പോഴും കേന്ദ്ര സർക്കാർ വർഗീയത പറയുന്നു, അതാണ് അദ്ദേഹത്തിന്റെ സങ്കടം. പ്രീണനമാണ് ഉദ്ദേശമെങ്കിൽ അതിനുമൊരു സാഹചര്യമുണ്ട്. VD സതീശന് അത് മനസ്സിലായില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അത് മനസ്സിലാക്കി തരും. കമന്റും പിന്നെ സതീശൻ ജിന്റെ കമന്റും പിന്നെ കോൺഗ്രസിന്റെ റോബർട്ട് വാഡ്ര ഇത് പറയുമ്പോൾ ഈ പാകിസ്ഥാനി ഭീകരവാദി ഇവിടെ വന്ന് ക്രൂരമായിട്ട് ഇന്ത്യൻ സിറ്റിസൻസിനെ കൊല്ലുമ്പോൾ അവര് എന്തിനാണ് ഇതിന് ചാടിത്തുള്ളി ന്യായീകരിക്കുന്നത്? അവരെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് വന്ന ടെററിസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത്? മതം ചോദിച്ച് കൊല്ലുമ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവരെന്തിനാണ് ചാടിത്തുള്ളി ഇറങ്ങുന്നത്? രാഷ്ട്രം ഈ ലെവൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഇരുന്ന് അത് സതീശൻ ജി ആണോ, റോബർട്ട് വാഡ്രയാണോ, MA ബേബി ആണോ, അവര് അങ്ങനെ ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെങ്കിൽ അവിടെ പോയി പ്രതികരിക്കുക, അവിടെ പോയി പ്രവർത്തിക്കുക. അങ്ങനെ ഞാൻ യൂണിഫോം കൊടുക്കാൻ തയ്യാറാണ്, അവിടെ പോയി ചെയ്യട്ടെ. അപ്പൊ ഇവിടെ ഇരുന്ന് എക്സ്പേർട്ടീസ് ഇങ്ങനെ TV നോക്കി എയർ കണ്ടീഷൻ റൂമിലിരുന്ന് എക്സ്പെർട്ട് ആവാൻ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു റിക്വസ്റ്റ് അത് ചെയ്യണ്ട. അവിടെ എത്രയോ സോൾജേഴ്സും പോലീസുകാരും അവരെ ലൈഫിൽ റിസ്ക് ഇട്ടിട്ടാണ് ജനങ്ങളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കുറച്ചൊരു റെസ്പോൺസിബിൾ ഒരു പോളിറ്റീഷ്യൻ ആണെങ്കിൽ ഇന്ന് യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ടെറർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക. ഇത് VD സതീശന് മാത്രമുള്ള ഉത്തരമല്ല, MA ബേബിക്കും റോബർട്ട് വാദ്രയ്ക്കും കൂടിയുള്ള ഉത്തരമാണ്. നാട്ടുകാർ പറയാൻ ആഗ്രഹിച്ചത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്ന് മാത്രം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.